നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. താനൂർ BRCയുടെ അക്ഷരവാതിൽ ഹോം ലൈബ്രറി പദ്ധതിക്ക് തുടക്കമായി. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ താനൂർ BRC നടപ്പിലാക്കുന്ന നവീന പദ്ധതിയായ അക്ഷരവാതിൽ ഹോം ലൈബ്രറിക്ക് തുടക്കമായി. ജനിതക രോഗം കാരണം +2 ശേഷം തുടർ പഠനം നടത്താൻ സാധിക്കാത്ത കൊടിഞ്ഞി ഫാറൂഖ് നഗറിലെ നൂറ ഫർസി എന്ന വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ ലൈബ്രറി സൌകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ മാതൃകാപരമായ വിദ്യാഭ്യാസ ഇടപെടലിന് തുടക്കം കുറിച്ചത്. വായനയോടുള്ള നൂറയുടെ കടുത്ത അഭിനിവേശം തിരിച്ചറിഞ്ഞാണ് താനൂർ BRC ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയത്. താനൂർ BRC പരിധിയിലെ വിവിധ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർ സംഭാവനയായി നൽകിയ പുസ്തകങ്ങൾ BRC പ്രവർത്തകർ നേരിട്ട് നൂറയുടെ വീട്ടിലെത്തി കൈമാറി. ഇതിനു പുറമെ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് വായനശാലയിൽ നൂറ ഫർസിക്ക് അംഗത്വവും നൽകിയിട്ടുണ്ട്. പൊതുവായനശാലയിലെ പുസ്തകങ്ങൾ ഇനി മുതൽ മുടങ്ങാതെ നൂറയുടെ വീട്ടുപടിക്കൽ എത്തിക്കാനുള്ള പ്രത്യേക സൌകര്യവും പദ്ധതിയുടെ ഭാഗമായി അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്റർ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും അക്ഷരവാതിൽ എന്ന് പറയുന്ന BRCയുടെ ഈ പ്രോജക്റ്റ് പ്രശംസനീയമാണ്. ഇത് പ്രോത്സാഹനജനകമാണ്. നമുക്കറിയാം, വീടിന്റെ അകങ്ങളില് മറ്റൊന്നും എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ബെഡ് റിഡൻ ആകുന്നത്, അല്ലെങ്കിൽ വീട്ടിനകത്തേക്ക് ശയ്യാവരമ്പരായി ഒക്കെ മാറുന്നത്. ഇവിടെ നൂറെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അപ്പുറത്ത് അവള് വളരെ ലൈവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവള് വീടിനകത്ത് ഇരിക്കുന്ന അവസ്ഥയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഏതായാലും വായനയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഏറ്റവും വലിയൊരു ഉപാധി വായനയാണ്. ഇവിടെ ഒരുപാട് പ്രതീക്ഷ നൂറയിൽ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യം വേണ്ട എന്താണോ അത് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന ഈ നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവളുമായിട്ട് സംസാരിച്ചപ്പോൾ വായിക്കാനുള്ള ഇവളുടെ ആഗ്രഹം കണ്ടതുകൊണ്ട് തന്നെ നമ്മളുടെ പരിധിയിൽപ്പെട്ടത് സ്കൂൾ ഏജിലുള്ള കുട്ടികളാണ്. പക്ഷെ ഇവൾക്ക് 22 വയസ്സോളായി. പക്ഷെ ഞങ്ങൾ അത് നോക്കിയിട്ടില്ല. ഇവൾക്ക് വായിക്കാനുള്ള ഇവളുടെ ആഗ്രഹം പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ഹോം ലൈബ്രറി തുടങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ പേര് ഇവൾക്കായിരിക്കണം എന്നുള്ളത് ഞങ്ങള് അവിടെ BRCയിൽ പറയുകയായിരുന്നു. അപ്പൊ സ്കൂള് നമ്മളുടെ മാനദണ്ഡങ്ങളൊന്നും നോക്കണ്ട, വായിക്കാൻ ആർക്കാണോ കഴിയുന്നത് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നൂറയെ ഞങ്ങൾ തെരഞ്ഞെടുത്തത്. ടീച്ചർ താനൂർ BRCയുടെ കീഴിൽ വീടുകളില് വായനാശീലം നന്നായി ഉള്ള വീടുകളിൽ തന്നെ അകപ്പെട്ടു പോയ നമ്മുടെ കിടപ്പിലായിട്ടുള്ള കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഞങ്ങൾ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അക്ഷരവാതിൽ. ഇതിലൂടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നന്നായി വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വായിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ പദ്ധതിയാണ്. സബ് ജില്ലയിലാകെ 3 അക്ഷരവാതിൽ ഹോം ലൈബ്രറികളാണ് ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ആരംഭിക്കാനായിട്ടുള്ളത്. ഒരെണ്ണം നിലവിൽ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. രണ്ടാമത്തേതാണ് ഇപ്പൊ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഏപ്രിൽ 25-ാം തീയതി താനാളൂര് മീനടുത്തൂർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 എണ്ണം നമുക്ക് നടത്താൻ സാധിച്ചു. ഇതില് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് സബ് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും തന്നെയാണ്. മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും അവര് സമാഹരിച്ച പുസ്തകങ്ങൾ ഞങ്ങളത് ശേഖരിച്ച് ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ച് അത് ഞങ്ങളൊന്ന് തരംതിരിച്ച് ഇപ്പൊ ഇവിടെ തന്നെ വന്നപ്പോഴാണ് അറിയുന്നത് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് വായിക്കാൻ ഇഷ്ടം. അപ്പൊ ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് കൊച്ചു കൊച്ചു കഥകളും അവൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുസ്തകങ്ങളും ഒക്കെ എത്തിക്കാൻ ഇനിയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവും. താനൂർ BRCയുടെ തനത് പ്രോഗ്രാമായ അക്ഷരവാതിൽ എന്ന ഈ പരിപാടിയിലൂടെ നമ്മുടെ വീടുകളുടെ അടുത്തുള്ള കുട്ടികൾക്ക്, വീടിനകപ്പെട്ടു പോയ പുറത്തിറങ്ങി മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് അക്ഷര ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഇത് നടത്തുന്നത് താനൂർ BRC ആണ്.
ചടങ്ങിൽ BRC ട്രെയിനർ സരിത, ഡയറ്റ് ഫാക്കൽറ്റി സന്തോഷ്, മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സമീന, 18ാം വാർഡ് മെമ്പർ ഫൈസൽ കുഴിമണ്ണിൽ, 24ാം വാർഡ് മെമ്പർ റഷീദ് മറ്റത്ത്, എഴുത്തുകാരൻ ഗഫൂർ കൊടിഞ്ഞി, പ്രവാസി വ്യാപാരി ദാസൻ തിരുത്തി, നന്നമ്പ്ര പഞ്ചായത്ത് ലൈബ്രറിയൻ, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, CRCCമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അഴക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ്. മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി. നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിലക്കം. തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.